നമസ്കാരം. രേണു സുധി മുതൽ അലിൻ ജോസ് പെരേര വരെ നീണ്ടു നിൽക്കുന്നുണ്ട് ബിഗ് ബോസിൽ ആരൊക്കെ പോകും എന്നുള്ളത് സംബന്ധിച്ച്. ഒരുപാട് ചൂടേറിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. സാധാരണയായി ബിഗ് ബോസ് നടക്കേണ്ട സമയത്തിൽ നിന്നും ഒരുപാട് ഇപ്പോൾ തന്നെ മാറി വന്നു. സാധാരണ ഒരു ഫെബ്രുവരി മാർച്ചിലൊക്കെ നടക്കേണ്ട ബിഗ് ബോസ് ഇപ്പം ജൂൺ എത്തി നിൽക്കുകയാണ്. ഇതുവരെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ടില്ല. എന്തായാലും ജൂൺ 21 എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറന്ന് നടന്നിരിക്കുമ്പോഴാണ് അലിൻ ജോസ് പെരേര എന്ന പേര് ഈ ബിഗ് ബോസ് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള സാധ്യതയായിട്ട് പറയുന്നത്. സ്വാഭാവികമായി അലിൻ ജോസ് പെരേര, സന്തോഷ് വർക്കി, ആറാട്ടണ്ണൻ എന്നിവരുടെ പേരുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ചിരി വരും. കാരണം നമുക്ക് ഓർമ്മ വരുന്നത് തിയേറ്റർ റെസ്പോൺസുകളിൽ ഇവർ നടത്തുന്ന ഡാൻസുകളും ഇവരുടെ ബഹളങ്ങളും ആറാട്ടണ്ണൻ അലിൻ ജോസ് പെരേര എന്ന കോംബോയിൽ സംഭവിച്ച ഒരുപാട് സംഭവ വികാസങ്ങളും ഒക്കെയാണ് അല്ലേ. എന്തായാലും ഈ സംഭവ വികാസങ്ങളൊക്കെ കാരണം അലിൻ ജോസ് പെരേരയുടെ പേര് വളരെ ശക്തമായിട്ട് തന്നെ ഈ ബിഗ് ബോസിൽ ഉണ്ട് എന്നുള്ളത് പറയുന്നു. അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കി. അദ്ദേഹം പറയുന്നത് എന്തായാലും എനിക്ക് കോൾ വന്നിട്ടില്ല, ആ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ബിഗ് ബോസിലേക്ക് പോകണമെന്ന കോള് എനിക്ക് വന്നിട്ടില്ല, പക്ഷേ അലിൻ ജോസ് പെരേരയ്ക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളത് സന്തോഷ് വർക്കി പറയുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നമ്മൾ ഫേസ്ബുക്കും ഇൻസ്റ്റയും ഒക്കെ ഇങ്ങനെ ദിവസേന ഉപയോഗിക്കുന്ന ആളുകളാണല്ലോ. നമ്മൾ ഒരു ദിവസമെങ്കിലും ഇവരുടെ ഏതെങ്കിലും ഒരു റീലോ വീഡിയോ ഒക്കെ നമ്മൾ കാണും. അപ്പം ഇവർക്ക് പൊതുവേ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് സൊസൈറ്റിക്കിടയിൽ ഉള്ളത്. ഇതൊരു പൊട്ടം കളിച്ച് നടക്കുന്ന രണ്ട് പേര് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോഴേക്കും അവർ ആ ഒരു പൊട്ടം കളിച്ച് എന്തായാലും അവരവരുടെ രീതിയിൽ സമ്പാദിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒരു വിഭാഗം ആളുകൾ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അതൊക്കെ നമുക്കൊരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ചർച്ച, അതൊക്കെ സമൂഹത്തിൽ നടക്കുന്ന മറ്റു പല കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കൂട്ടി വായിക്കാം. എന്തായാലും അലിൻ ജോസ് പെരേരയുടെ ബിഗ് ബോസ് എൻട്രിക്ക് ഒരു സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിൽ പ്രത്യേകിച്ച് ബിഗ് ബോസുമായിട്ട് വളരെയധികം കീൻലി വാച്ച് ചെയ്യുന്ന പ്രേക്ഷകർക്കിടയിലേക്ക് അലിൻ ജോസ് പെരേര പോലെ ഒരു സോഷ്യൽ മീഡിയ താരം അദ്ദേഹം ഇതിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായും ആ ആളുകളെയും കൂടി ഇതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ട് എന്നുള്ളതും കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയായിട്ട് തന്നെ പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു പേര് ഉയർന്നു കേൾക്കുന്നത് സീരിയൽ താരം അനുമോളെ സംബന്ധിച്ച്. അനുമോള് വളരെ സുപരിചിതമായ ഒരു ഫെയിം ഉള്ള ഒരു താരം തന്നെയാണ്. മലയാളി പ്രേക്ഷകർക്കിടയിൽ പല ഷോകളിലൂടെ സീരിയലുകളിലൂടെ തന്നെ അനുമോള് വളരെ ഫേമസ് ആണ്. പക്ഷേ അനുമോളുടെ പേര് വന്ന പാടെ തന്നെ അനുമോൾ ഇതിന് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അനുമോൾ പറയുന്നത് എപ്പോൾ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നുള്ളതാണ് അനുമോൾ പറയുന്നത്. എന്തായാലും അത് സ്വാഭാവികമായും ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പേരുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമല്ലോ. ഇതൊരു ലിസ്റ്റായിട്ട് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇവർക്കുള്ള സാധ്യത, ഇതിങ്ങനെ വരാൻ സാധ്യതയുണ്ടോ, അവരുണ്ടാകാൻ സാധ്യതയുണ്ടോ, ഓരോ പ്രഡിക്ഷൻ ലിസ്റ്റുകൾ ഇങ്ങനെ വരുന്നത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ ബിഗ് ബോസ് സീസണുകൾ തന്നെ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ 6 സീസണൊക്കെ തന്നെ നോക്കിയാൽ തന്നെ എപ്പോഴും ഉണ്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്. അപ്പം അതിൽ അനുമോളുടെ പേരും കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആയിട്ട് ബിഗ് ബോസിനിടയിൽ പറയാൻ പറ്റുന്നത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണെങ്കിൽ പോലും കോമണേഴ്സിൻ്റെ എണ്ണം കൂടാനുള്ളൊരു സാധ്യത എന്നുള്ളത് തന്നെയാണ്. ആദ്യം കോമണേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സീസണിൽ ഒരൊറ്റ കോമണറായിരുന്നു ഉണ്ടായിരുന്നത്, ഗോപികയായിരുന്നു. രണ്ടാമത് വന്നത് 2 കോമണേഴ്സായിരുന്നു, രശ്മിനും നിഷാനയുമാണ് 2 കോമണേഴ്സായിട്ട് വന്നത്. അങ്ങനെ കോമണേഴ്സിൻ്റെ എണ്ണം കൂട്ടുക എന്നുള്ളൊരു സാധ്യതയും കൂടി ഈ സീസൺ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ കോമണേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ സാധാരണക്കാരായ പ്രേക്ഷകർക്കിടയിൽ ഇങ്ങനെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവർ മാത്രമല്ല, നമുക്കിടയിലുള്ള സാധാരണപ്പെട്ട വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ പുരുഷന്മാർക്കും ഒക്കെ തന്നെ അവർക്കൊരു സാധ്യതയും കൂടി തുറന്നു കൊടുക്കുന്നതാണല്ലോ എന്നുള്ളൊരു തോന്നൽ സാധാരണക്കാരായ പ്രേക്ഷകർക്കിടയിൽ വരുമ്പോഴേക്കും കോമണേഴ്സിൻ്റെ ഇമ്പാക്റ്റും വളരെയധികം കൂടാനൊരു സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം രശ്മിൻ നല്ലപോലെ തന്നെയാണ് പെർഫോം ചെയ്തത്. വളരെയധികം മുന്നോട്ട് പോകാനും സാധിച്ചു. ഒരു കോമണർ എന്ന നിലയിൽ തന്നെ ഒരുപാട് വോട്ടുകൾ നേടിക്കൊണ്ട് രശ്മിന് മുന്നോട്ട് പോകാൻ സാധിച്ചു. അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഒന്നും ചെറുതൊന്നുമല്ല. അപ്പോൾ സ്വാഭാവികമായും ഈ സോഷ്യൽ മീഡിയ താരങ്ങൾ, പ്രത്യേകിച്ച് ലൈം ലൈറ്റിൽ നിലവിൽ നിൽക്കുന്ന താരങ്ങളെ എല്ലാവരെയും കൊണ്ടുവരുന്നതിനൊപ്പം തന്നെ സാധാരണക്കാരായ പ്രേക്ഷകരെയും കൊണ്ടുവന്നുകൊണ്ട് ഇതൊരു കംപ്ലീറ്റ് പാക്കേജ് ആക്കി മാറ്റുക എന്നുള്ളത് ഒരു വലിയ ഉദ്ദേശമായിട്ട് തന്നെ നിൽക്കുന്നതിനിടയിലാണ് അലിൻ ജോസ് പെരേര പോകാനുള്ളൊരു സാധ്യത തള്ളിക്കളയാതെ അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്ത്, ചിലപ്പോഴൊക്കെ ശത്രു, അങ്ങനെ ഓരോ വീഡിയോകളിലും ചിലപ്പോൾ ഇവർ ശത്രുക്കളും സുഹൃത്തുക്കളൊക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലോ. അങ്ങനെ ഉള്ള സന്തോഷ് വർക്കി അലിൻ ജോസ് പെരേരയുടെ പേര് പറയുന്നത്. എന്തായാലും അനുമോൾ ഉണ്ടാവില്ല എന്നുള്ളത് അനുമോൾ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പല പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഓരോ ദിവസം കഴിയുമ്പോഴേക്കും പ്രഡിക്ഷൻ ലിസ്റ്റുകൾ വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഓരോ സീസൺ നടക്കുന്നതിന് തൊട്ടടുത്ത ദിവസം വരെ ഈ പ്രഡിക്ഷൻ ലിസ്റ്റുകൾ വളരെ ലൈം ലൈറ്റിൽ തന്നെ നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ സീസൺ തുടങ്ങുമ്പോഴേക്കും ആ പ്രഡിക്ഷൻ ലിസ്റ്റിൽ പലരും പറയുന്ന കാര്യങ്ങളിൽ ഒരു 60% സംഭവിക്കാറുണ്ട്. ബാക്കി 40% പുതിയ ആളുകളോ അല്ലെങ്കിൽ ഈ ലിസ്റ്റിൽ പോലും ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിലും ഉണ്ടാവാത്ത ആളുകളുമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത്. എന്തായാലും ജൂൺ 21 ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താവുമെന്ന് നോക്കാം.